ശാന്തി 27/12/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, മായ വളരെ ബലവാനാണ്. ഇതിനോട് ജാഗ്രതയോടെ ഇരിക്കണം. നമ്മൾ ബ്രഹ്മാവിനെ അംഗീകരിക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റായി ശിവ് ബാബയുമായാണ് കണക്ഷൻ എന്ന ചിന്ത ഒരിക്കലും വരരുത്. ചോദ്യം: ഏത് കുട്ടികളിലാണ് എല്ലാവർക്കും സ്നേഹം സ്വതവേ തോന്നുന്നത്? ഉത്തരം: ആരാണോ ആദ്യം ഓരോ കാര്യത്തെയും സ്വയം പ്രാക്ടിക്കലിൽ കൊണ്ടുവരുന്നത്, പിന്നെ മറ്റുള്ളവരോട് പറയുന്നത്, അവരോട് എല്ലാവർക്കും സ്നേഹം സ്വതവേ തോന്നുന്നു. ജ്ഞാനം സ്വയം തന്നിൽ ധാരണ ചെയ്ത ശേഷം വളരെ പേരുടെ സേവനം ചെയ്യണം. അപ്പോൾ സർവരുടെയും സ്നേഹം ലഭിക്കും. അഥവാ സ്വയം ചെയ്യാതെ കേവലം മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ അവരെ ആര് അംഗീകരിക്കും? അവർ പണ്ഡിതനെ പോലെ ആയിപ്പോകുന്നു. ഓം ശാന്തി. കുട്ടികളോട് ബാബ ചോദിക്കുന്നു, ആത്മാക്കളോട് പരമാത്മാവ് ചോദിക്കുന്നു. നമ്മൾ പരംപിതാ പരമാത്മാവിൻ്റെ മുന്നിലിരിക്കുകയാണ് എന്നത് അറിയുന്നുണ്ട്. ബാബയ്ക്ക് സ്വന്തം രഥമില്ല. ഇത് നിശ്ചയം ഉണ്ടല്ലോ. ഈ ബ്രിഗുഡിയുടെ മധ്യത്തിലാണ് ബാബയുടെ നിവാസസ്ഥാനം. ബാബ സ്വയം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബ്രിഗുഡിയുടെ മധ്യത്തിൽ ഇരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ശരീരം ലോൺ എടുക്കുന്നു. ആത്മാവ് ബ്രിഗുഡിയുടെ മധ്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാബയും ഇവിടെ തന്നെ വന്ന് ഇരിക്കുന്നു. ബ്രഹ്മാവുമുണ്ട്, ശിവ് ബാബയുമുണ്ട്. അഥവാ ഈ ബ്രഹ്മാവ് ഇല്ലായിരുന്നുവെങ്കിൽ ശിവ് ബാബയും ഇല്ലായിരുന്നേനെ. നമ്മൾ ശിവ് ബാബയെ മാത്രമാണ് ഓർമ്മിക്കുന്നത്, ബ്രഹ്മാവിനെ അല്ല എന്ന് അഥവാ ആരെങ്കിലും പറഞ്ഞുവെന്നിരിക്കട്ടെ. പക്ഷേ ശിവ് ബാബ എങ്ങനെയാണ് സംസാരിക്കുക? ശിവ് ബാബയെ സദാ മുകളിൽ ഓർമ്മിച്ചു വന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയുടെ അടുക്കൽ ഇവിടെ ഇരിക്കുകയാണ്. ശിവ് ബാബ മുകളിലാണ് എന്ന് മനസ്സിലാക്കുകയില്ല. ഏതുപോലെ ഭക്തിമാർഗത്തിൽ പറയുമായിരുന്നു, ശിവ് ബാബ മുകളിലാണ്, ആ ഒന്നിൻ്റെ പ്രതിമ ഇവിടെ പൂജിക്കുന്നു. ഈ കാര്യങ്ങൾ വളരെ മനസ്സിലാക്കേണ്ടവയാണ്. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, നോളജ്ഫുള്ളാണ് എന്ന് അറിയുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് നോളജ് കേൾപ്പിക്കുന്നത്? ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ കേൾപ്പിക്കുന്നു. ചിലർ പറയുന്നു, നമ്മൾ ബ്രഹ്മാവിനെ അംഗീകരിക്കുന്നില്ല. പക്ഷേ ശിവ് ബാബ പറയുന്നു, ഞാൻ ഈ മുഖത്തിലൂടെ തന്നെയാണ് നിങ്ങളോട് പറയുന്നത്, എന്നെ ഓർമ്മിക്കൂ. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണല്ലോ. ബ്രഹ്മാവ് സ്വയം പറയുന്നു, ശിവ് ബാബയെ ഓർമ്മിക്കൂ. ഇദ്ദേഹം എന്നെ ഓർമ്മിക്കൂ എന്ന് എവിടെയാണ് പറയുന്നത്? ഇദ്ദേഹത്തിലൂടെ ശിവ് ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഈ മന്ത്രം ഞാൻ ഇദ്ദേഹത്തിൻ്റെ വായിലൂടെ നൽകുന്നു. ബ്രഹ്മാവ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മന്ത്രം എങ്ങനെ നൽകുമായിരുന്നു? ബ്രഹ്മാവ് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ശിവ് ബാബയുമായി എങ്ങനെ കണ്ടുമുട്ടുമായിരുന്നു? എങ്ങനെയാണ് എൻ്റെ അടുക്കൽ ഇരിക്കുക? നല്ല നല്ല മഹാരഥികൾക്ക് പോലും ഇങ്ങനെയുള്ള ചിന്തകൾ വന്നു പോകുന്നു. അതിലൂടെ മായ എന്നിൽ നിന്നും മുഖം തിരിക്കുന്നു. നമ്മൾ ബ്രഹ്മാവിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ഗതി എന്താകും? മായ എത്ര ബലവാനാണ്! പൂർണ്ണമായും മുഖം തന്നെ തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുഖം ശിവ് ബാബ നേരെയാക്കി. നിങ്ങൾ മുന്നിലിരിക്കുകയാണ്. പിന്നെ ആരാണ് ബ്രഹ്മാവ് ഒന്നും തന്നെയല്ല എന്ന് വിചാരിക്കുന്നത്? അവരുടെ ഗതി എന്താകും? ദുർഗതി പ്രാപിക്കുന്നു. മനുഷ്യർ ഓ ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നു. പിന്നെ ഗോഡ് ഫാദർ കേൾക്കുന്നുണ്ടോ? ഓ ലിബറേറ്റർ വരൂ എന്ന് പറയുന്നു. അവിടെ നിന്ന് തന്നെ ലിബറേറ്റ് ചെയ്യുമോ? കൽപ്പകൽപ്പങ്ങളിലെ പുരുഷോത്തമ സംഗമയുഗത്തിൽ തന്നെയാണ് ബാബ വരുന്നത്.
ആരിലാണോ വരുന്നത് ആ ഒന്നിനെ തന്നെ മാറ്റിക്കളയുകയാണെങ്കിൽ എന്ത് പറയും? മായയിൽ ഇത്രയും ബലമുണ്ട്, അത് നമ്പർ 1 വർത്ത് നോട്ട് എ പെനി ആക്കി മാറ്റുന്നു. ഇങ്ങനെയുള്ളവരും ചില സെൻറ്റേഴ്സിലുണ്ട്. അതിനാൽ ബാബ പറയുന്നു, സൂക്ഷിച്ചിരിക്കണം. ബാബ കേൾപ്പിച്ച ജ്ഞാനം മറ്റുള്ളവരെ കേൾപ്പിച്ചുകൊണ്ടുമിരിക്കുന്നു. പക്ഷേ പണ്ഡിതരെ പോലെയാണ്. ഏതുപോലെ? ബാബ പണ്ഡിതൻ്റെ കഥ കേൾപ്പിക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾ ബാബയുടെ ഓർമ്മയിലൂടെ വിഷയസാഗരത്തെ മറികടന്ന് ക്ഷീരസാഗരത്തിലേക്ക് പോവുകയാണല്ലോ. ഭക്തിമാർഗത്തിൽ അനേകം കഥകൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. പണ്ഡിതർ മറ്റുള്ളവരോട് പറയുമായിരുന്നു, രാമനാമം ചൊല്ലുന്നതിലൂടെ അക്കരെ എത്തും എന്ന്. എന്നാൽ സ്വയം തീർത്തും നഷ്ടക്കണക്കിലായിരുന്നു. സ്വയം വികാരങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയും മറ്റുള്ളവരോട് നിർവികാരിയാകൂ എന്ന് പറയുകയും ചെയ്യുന്നവരുടെ എന്ത് പ്രഭാവം ഉണ്ടാവുവാനാണ്? ഇവിടെയും ചിലയിടങ്ങളിൽ കേൾപ്പിക്കുന്നവരേക്കാൾ കേൾക്കുന്നവർ തീവ്രമായി പോകുന്നു. ആരാണോ വളരെ പേരുടെ സേവനം ചെയ്യുന്നത് അവർ തീർച്ചയായും എല്ലാവർക്കും പ്രിയമായി തോന്നുന്നു. പണ്ഡിതൻ അസത്യമായി മാറിയെങ്കിൽ അവരെ ആര് സ്നേഹിക്കുവാനാണ്? പിന്നെ ആരാണോ പ്രാക്ടിക്കലിൽ ഓർമ്മിക്കുന്നത് അവരിലേക്കായിരിക്കും സ്നേഹം പോകുന്നത്. നല്ല നല്ല മഹാരഥികളെ പോലും മായ വിഴുങ്ങുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇപ്പോൾ കർമാതീത അവസ്ഥ ഉണ്ടായിട്ടില്ല. യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾ ഉണ്ടാകാത്തതുവരെയും ഒരു ഭാഗത്ത് യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പ് നടക്കും, മറുഭാഗത്ത് കർമാതീത അവസ്ഥ ഉണ്ടാകും. പൂർണ്ണമായും കണക്ഷനുണ്ട്. പിന്നെ യുദ്ധം പൂർത്തിയാകുന്നു, ട്രാൻസ്ഫർ ആകും. ആദ്യം രുദ്രമാല തയ്യാറാകുന്നു. ഈ കാര്യങ്ങൾ മറ്റാരും അറിയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ ലോകത്തിന് മാറേണ്ടതുണ്ട്. അവർ വിചാരിക്കുന്നു ലോകം ഇനിയും 40,000 വർഷം കിടക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, വിനാശം മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾ മൈനോറിറ്റിയാണ്, അവർ മെജോറിറ്റിയാണ്. നിങ്ങളുടേത് ആര് അംഗീകരിക്കും? എപ്പോഴാണോ നിങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാകുന്നത്, പിന്നെ നിങ്ങളുടെ യോഗബലത്തിലൂടെ വളരെ പേർ ആകർഷിക്കപ്പെട്ടു വരും. എത്രത്തോളം നിങ്ങളിൽ നിന്നും തുരുമ്പ് നീങ്ങിക്കൊണ്ടിരിക്കുമോ അത്രയും ബലം നിറഞ്ഞുകൊണ്ടിരിക്കും. ബാബ എല്ലാം അറിയുന്നവനാണ് എന്നല്ല, അല്ല, എല്ലാവരുടെയും അവസ്ഥകളെ അറിയുന്നു. ബാബ കുട്ടികളുടെ അവസ്ഥ അറിയില്ലേ? എല്ലാം അറിയാം. ഇപ്പോഴാണെങ്കിൽ കർമാതീത അവസ്ഥ ഉണ്ടാവുക സാധ്യമല്ല. കടുത്ത തെറ്റുകൾ ഉണ്ടാകുന്നതും സംഭവ്യമാണ്. മഹാരഥികളിലൂടെ പോലും ഉണ്ടാകുന്നു. സംസാര രീതികൾ, പെരുമാറ്റ രീതികൾ തുടങ്ങിയവ എല്ലാം പ്രസിദ്ധമാകുന്നു. ഇപ്പോഴാണെങ്കിൽ ദൈവിക പെരുമാറ്റം ഉണ്ടാക്കണം. ദേവത സർവഗുണസമ്പന്നമാണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആകേണ്ടതുണ്ട്. പക്ഷേ മായ ആരെയും വിടുന്നില്ല, തൊട്ടാവാടിയാക്കി മാറ്റുന്നു. 5 പടികൾ ഉണ്ടല്ലോ. ദേഹാഭിമാനം വരുന്നതിലൂടെ മുകളിൽ നിന്നും പൂർണ്ണമായും വീണു മരിക്കുകയും ചെയ്തു. ഇക്കാലത്ത് സ്വയം തന്നെ കൊല്ലുന്നതിനു വേണ്ടി എങ്ങനെയെല്ലാമുള്ള ഉപായങ്ങൾ ചെയ്യുന്നു. 20 നിലയിൽ നിന്നും വീണ് പൂർണ്ണമായും ഇല്ലാതായി പോകുന്നു. ഹോസ്പിറ്റലിൽ തന്നെ കിടക്കേണ്ടി വരില്ല, ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നതും ഉണ്ടാകാതിരിക്കണം. പിന്നെ ചിലർ സ്വയം തനിക്ക് തീ കൊളുത്തുന്നു. ആരെങ്കിലും രക്ഷപ്പെടുത്തിയെങ്കിൽ എത്ര ദുഃഖം അനുഭവിക്കുന്നു. കത്തിപ്പോവുകയാണെങ്കിൽ ആത്മാവ് ഓടിപ്പോയേനെ. അതിനാൽ ജീവഘാതം ചെയ്യുന്നു. ജീവഘാതം ചെയ്യുന്നതിലൂടെ ദുഃഖത്തിൽ നിന്നും മുക്തമാകും എന്ന് കരുതുന്നു. ആവേശം വരുന്നു, കഴിഞ്ഞു. ചിലരാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്ര ദുഃഖം അനുഭവിക്കുന്നു. ഡോക്ടർ വിചാരിക്കുന്നു ഇവർ ദുഃഖത്തിൽ നിന്നും മുക്തമാവുക സാധ്യമല്ല. ഇതിനേക്കാൾ നല്ലത് ഗുളിക നൽകാം, എങ്കിൽ ഇത് ഇല്ലാതായേനെ
എന്നാൽ ഇങ്ങനെ ഗുളിക നൽകുന്നത് മഹാപാപമായി അവർ മനസ്സിലാക്കുന്നു. ആത്മാവ് സ്വയം പറയുന്നു, ഈ പീഡ അനുഭവിക്കുന്നതിനേക്കാൾ നല്ലതാണ് ശരീരം ഉപേക്ഷിക്കുന്നത്. ഇപ്പോൾ ശരീരം ആര് ഉപേക്ഷിപ്പിക്കും? ഇത് അപാര ദുഃഖങ്ങളുടെ ലോകമാണ്. അവിടെ അപാര സുഖമാണ്. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ റിട്ടേൺ ആകുന്നു. ദുഃഖധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതിനെ ഓർമ്മിക്കേണ്ടതുണ്ട്. ബാബയും ലോകം മാറേണ്ടതായിട്ടുള്ളപ്പോൾ സംഗമയുഗത്തിൽ വരുന്നു. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ് കുട്ടികളായ നിങ്ങളെ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ച് പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകുവാൻ. പാവന ലോകത്തിൽ കുറച്ചുപേരാണ് വസിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ധാരാളം പേരുണ്ട്. പതീതമായിരിക്കുകയാണ്. അതിനാൽ ഹേ പതീത പാവന എന്ന് വിളിക്കുന്നു. നമ്മളെ ഈ മോശമായ ലോകത്തിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്ന് മഹാകാലനോടാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. തീർച്ചയായും ബാബ വരും. എല്ലാവരും മരിക്കും. അപ്പോഴാണല്ലോ പീസ് ഉണ്ടാകുന്നത്. ശാന്തി ശാന്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശാന്തിയാണെങ്കിൽ ശാന്തിധാമത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇത്രയും മനുഷ്യർ ഉള്ളതുവരെയും ഈ ലോകത്തിൽ ശാന്തി എങ്ങനെ ഉണ്ടാകും? സത്യയുഗത്തിലാണെങ്കിൽ സുഖവും ശാന്തിയും ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കലിയുഗത്തിൽ അനേകം ധർമ്മങ്ങളുണ്ട്. എപ്പോഴാണോ എല്ലാം ഇല്ലാതാകുന്നത്, ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ഉണ്ടാകുന്നത്, അപ്പോൾ സുഖവും ശാന്തിയും ഉണ്ടാകും. നിലവിളികൾക്കു ശേഷം ജയ ജയഘോഷം ഉണ്ടാകുന്നു. മുന്നോട്ട് പോകുമ്പോൾ നോക്കണം മൃത്യുവിൻ്റെ ബസാർ എത്ര ചൂട് പിടിക്കുന്നു എന്ന്, സജീവമാകുന്നത് എന്ന്. എങ്ങനെയെല്ലാം മരിക്കുന്നു. ബോംബുകളിലൂടെയും തീ പിടിക്കുന്നു. മുന്നോട്ട് പോകവേ കാണും. വളരെ പേർ പറയും, തീർച്ചയായും വിനാശം ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു എന്നത് കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്. വിനാശം ഉണ്ടാവുക തന്നെ വേണം. ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ബാബ ചെയ്യിക്കുന്നു. രാജയോഗവും പഠിപ്പിക്കുന്നു. ബാക്കി എല്ലാ അനേകം ധർമ്മങ്ങളും ഇല്ലാതായി പോകും. ഗീതയിൽ ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഗീത പഠിക്കുന്നതിൻ്റെ റിസൾട്ട് എന്താണ്? പ്രളയം ഉണ്ടായതായി കാണിക്കുന്നു. ജലമയം ആകുന്നു. പക്ഷേ മുഴുവൻ ലോകവും ജലമയം ആകുന്നില്ല. ഭാരതം അവിനാശി പവിത്ര ഖണ്ഡമാണ്. അതിലും ആബു ഏറ്റവും പവിത്ര തീർത്ഥസ്ഥാനമാണ്. അവിടെ ബാബ വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. ദിൽവാഡ ക്ഷേത്രം എത്ര നല്ല സ്മാരകമാണ്, എത്ര അർത്ഥസഹിതമാണ്. എന്നാൽ ആരാണോ ഉണ്ടാക്കിച്ചത് അവർ ഇതറിയുന്നില്ല. എന്നിരുന്നാലും നല്ല വിവേകശാലികൾ ആയിരുന്നല്ലോ. ദ്വാപരയിൽ തീർച്ചയായും നല്ല വിവേകശാലികൾ ഉണ്ടായിരിക്കും. കലിയുഗത്തിലാണെങ്കിൽ എല്ലാവരും തമോ പ്രധാനമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും വെച്ച് ഇത് ഉയർന്നതാണ്. അവിടെ നിങ്ങൾ ഇരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നുണ്ട് നമ്മൾ ചൈതന്യമാണ്. അത് നമ്മുടെ തന്നെ ജഡസ്മാരകമാണ്. പിന്നെ അല്പം സമയം ഈ ക്ഷേത്രങ്ങളും മറ്റും ഇനിയും ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ തകരുന്നതിൻ്റെ സമയം വരും. എല്ലാ ക്ഷേത്രവും മറ്റും തകർന്നു പോകും. ഹോൾസെയിൽ മൃത്യു ഉണ്ടാകും. വളരെ വലിയ മഹാഭാരത യുദ്ധം പാടപ്പെട്ടിട്ടുണ്ടല്ലോ. അതിൽ എല്ലാം ഇല്ലാതായി പോകുന്നു. ബാബ സംഗമത്തിൽ തന്നെയാണ് വരുന്നത് എന്നതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബയ്ക്ക് രഥം വേണമല്ലോ. ആത്മാവ് എപ്പോഴാണോ ശരീരത്തിൽ വരുന്നത് അപ്പോൾ തന്നെയാണ് ചലനം ഉണ്ടാകുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്നും പോകുന്നുവെങ്കിൽ ശരീരം ജഡമാകുന്നു. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ലക്ഷ്മി നാരായണനെ പോലെ ആകേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗുണങ്ങളും വേണമല്ലോ. കുട്ടികളായ നിങ്ങൾ ഈ കളിയെയും അറിയുന്നുണ്ട്. ഈ കളി എത്ര വണ്ടർഫുള്ളായി ഉണ്ടാക്കപ്പെട്ടതാണ്. ഈ കളിയുടെ രഹസ്യം ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ നോളജ്ഫുള്ളും ബീജരൂപവും ആണല്ലോ.
ബാബ തന്നെയാണ് വന്ന് മുഴുവൻ വൃക്ഷത്തിൻ്റെയും നോളജ് നൽകുന്നത്. ഇതിൽ എന്തെല്ലാമാണുള്ളത്? നിങ്ങൾ ഇതിൽ എത്ര പാർട്ട് അഭിനയിച്ചു? പകുതി കൽപ്പം ദൈവിക രാജ്യമാണ്, പകുതി കൽപ്പം ആസുരീയ രാജ്യമാണ്. ആരാണോ നല്ല നല്ല കുട്ടികൾ, അവരുടെ ബുദ്ധിയിൽ മുഴുവൻ നോളജും നിലനിൽക്കുന്നു. ബാബ തനിക്ക് സമാനം ടീച്ചറാക്കുന്നു. ടീച്ചറും നമ്പർ വൈസാണ്. ചിലരാണെങ്കിൽ ടീച്ചറായ ശേഷം പിന്നെ മോശമാകുന്നു. വളരെ പേരെ പഠിപ്പിച്ച് സ്വയം ഇല്ലാതായി പോകുന്നു. ചെറിയ ചെറിയ കുട്ടികളിൽ ഭിന്ന ഭിന്ന സംസ്കാരങ്ങളുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇവിടെയും ആരാണോ ജ്ഞാനം ശരിയായ രീതിയിൽ എടുക്കാത്തത്, പെരുമാറ്റം നന്നാക്കാത്തത്, അവർ വളരെ പേർക്ക് ദുഃഖം നൽകുന്നതിന് നിമിത്തമായി മാറുന്നു. ഇതും ശാസ്ത്രങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. അസുരൻ ഒളിച്ചിരിക്കുമായിരുന്നു, പിന്നെ പുറത്തുപോയി ട്രെയിറ്ററായി എത്ര ശല്യം ചെയ്യുമായിരുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന് ബാബ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. അപ്പോൾ എത്ര വിഘ്നരൂപമായി മാറുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളായി നിങ്ങൾ സുഖശാന്തിയുടെ ടവറാണ്. നിങ്ങൾ വളരെ റോയലാണ്. ഈ സമയത്ത് നിങ്ങളെക്കാൾ റോയലായി ആരുമില്ല. പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ്. അപ്പോൾ എത്ര മധുരമായി നടക്കേണ്ടതാണ്. ആർക്കും ദുഃഖം നൽകാൻ പാടില്ല. ഇല്ലെങ്കിൽ അത് അന്തിമത്തിൽ ഓർമ്മ വരും. പിന്നെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ബാബ പറയുന്നു, ഇപ്പോഴാണെങ്കിൽ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. സൂക്ഷ്മവതനത്തിൽ കുട്ടികൾക്ക് ബ്രഹ്മാവിൻ്റെ സാക്ഷാത്കാരമുണ്ടാകുന്നു. അതിനാൽ നിങ്ങളും ഇങ്ങനെ സൂക്ഷ്മവതനവാസിയാകൂ. മൂവിയുടെ പ്രാക്ടീസ് ചെയ്യണം. വളരെ മിതമായി സംസാരിക്കണം, മധുരമായി സംസാരിക്കണം. ഇങ്ങനെ പുരുഷാർത്ഥം ചെയ്ത് നിങ്ങൾ ശാന്തിയുടെ ടവറായി മാറും. നിങ്ങളെ പഠിപ്പിക്കുന്നവൻ ബാബയാണ്. പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഭക്തിമാർഗം ടോക്കി മാർഗമാണ്. ഇപ്പോൾ നിങ്ങൾക്കാകേണ്ടത് സൈലൻസ് ആണ്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: വളരെ റോയൽറ്റിയോടെ മധുരമായി പോയിക്കൊണ്ടിരിക്കണം. ശാന്തിയുടെയും സുഖത്തിൻ്റെയും ടവർ ആകുന്നതിനായി വളരെ മിതമായും മധുരമായും സംസാരിക്കണം. മൂവിയുടെ പ്രാക്ടീസ് ചെയ്യണം. ടോക്കിയിൽ വരരുത്. സ്വയം തൻ്റെ പെരുമാറ്റം ദൈവികമാക്കണം. തൊട്ടാവാടിയാകരുത്. യുദ്ധത്തിന് മുമ്പേ കർമാതീത അവസ്ഥയിൽ എത്തിച്ചേരണം. നിർവികാരിയായി നിർവികാരി ആക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. വരദാനം: പവിത്ര സ്നേഹത്തിൻ്റെ പാലനയിലൂടെ സർവരെയും സ്നേഹത്തിൻ്റെ നൂലിൽ ബന്ധിക്കുന്ന മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരമായി ഭവിക്കട്ടെ. എപ്പോഴാണോ സ്നേഹത്തിൻ്റെ സാഗരവും സ്നേഹസമ്പന്ന നദികളും തമ്മിലുള്ള മേള നടക്കുന്നത്, അപ്പോൾ നദിയും ബാബയ്ക്ക് സമാനം മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരമായി മാറുന്നു. അതിനാൽ വിശ്വത്തിലെ ആത്മാക്കൾ സ്നേഹത്തിൻ്റെ അനുഭവത്താൽ സ്വതവേ സമീപം വരുന്നു. പവിത്ര സ്നേഹവും ഈശ്വരീയ പരിവാരത്തിൻ്റെ പാലനയും കാന്തത്തിന് സമാനം സ്വതവേ തന്നെ ഓരോരുത്തരെയും സമീപം കൊണ്ടുവരുന്നു. ഈ ഈശ്വരീയ സ്നേഹം എല്ലാവരെയും സഹയോഗിയാക്കി മാറ്റി മുന്നോട്ട് പോകുന്നതിൻ്റെ നൂലിൽ ബന്ധിക്കുന്നു. സ്ലോഗൻ: സങ്കല്പത്തിൻ്റെയും വാക്കിൻ്റെയും സമയത്തിൻ്റെയും ഗുണത്തിൻ്റെയും ശക്തികളുടെയും ഖജനാവ് ശേഖരിക്കൂ. അപ്പോൾ ഇതിൻ്റെ സഹയോഗം ലഭിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി. ആത്മീയ സ്വരൂപം സ്മൃതിയിൽ കൊണ്ടുവന്ന് ഞാൻ പവിത്രതയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു.
പവിത്രതയുടെ ദിവ്യപ്രകാശം നാനാഭാഗത്തും ആത്മനക്ഷത്രത്തിൽ നിന്നും പ്രസരിക്കുന്നു. എൻ്റെ അനാദി സ്വരൂപത്തെ എമേർജ് ചെയ്ത് ഒരു സെക്കൻഡിൽ ഞാൻ ബ്രഹ്മലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മലോകത്തിൽ പ്രഭുവിൻ്റെ ശ്രേഷ്ഠ സംഘത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ കൂടുതൽ സ്വച്ഛവും സന്തുഷ്ടവുമാകുന്നു. പവിത്ര സാഗരവും വരദാതാവുമായ ശിവപരമാത്മാവിൻ്റെ പവിത്ര കിരണങ്ങളുടെ പ്രഭാവത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ പവിത്രതയുടെ ബലം വർദ്ധിക്കുന്നു. സൈലൻസിൻ്റെ മധുരതയും അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവവും പ്രഭുവിൻ്റെ പവിത്ര കിരണങ്ങളിലൂടെ എനിക്കുണ്ടാകുന്നു. പരമാത്മാ പവിത്രതയാകുന്ന മഹാശക്തി എന്നിൽ നിറയുമ്പോൾ ഈ ദിവ്യശക്തിയുടെ മഹാദാനിയായി ഞാൻ മാറുന്നു. പ്രകൃതിയെ അധീനമാക്കുന്ന പ്രകൃതിയുടെ ചഞ്ചലതകളെ സമാപ്തമാക്കുന്ന മനുഷ്യാത്മാക്കൾക്ക് സുഖവും ശാന്തിയും പ്രദാനം ചെയ്യുന്ന പവിത്രതയാകുന്ന ഈ മഹാശക്തിയെ വിശ്വമംഗളാർത്ഥം ഞാൻ ദാനം ചെയ്യുന്നു. പരമാത്മാ പവിത്രതയുടെ
ദിവ്യ പ്രകാശരശ്മികൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ച് പ്രകൃതിയിൽ സദോപ്രധാന ശക്തി നിറയ്ക്കട്ടെ. ആത്മാക്കൾക്ക് സുഖശാന്തിയുടെ അഞ്ജലി പ്രദാനം ചെയ്യട്ടെ.